കൂട്ടുകാരെ, സുഖമാണോ? ഇന്നത്തെ നമ്മുടെ ചരിത്രകഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരു, കേരളത്തിന്റെ വെളിച്ചം. നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് കേരളത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിവരച്ച, നമ്മൾ ഓരോരുത്തരും ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്ന ഒരു മഹാമനുഷ്യനെക്കുറിച്ച് സംസാരിക്കാം. ശ്രീനാരായണ ഗുരു. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള കേരളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജാതിയുടെയും ഐത്തത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം അകന്നു നിന്നിരുന്ന, അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാണിരുന്ന ഒരു കാലം. ആ ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ് പ്രകാശമായി ഗുരു കടന്നുവരുന്നത്. 1856 തിരുവനന്തപുരത്തെ ചെമ്പഴന്തിയിലുള്ള വയൽവാരം വീട്ടിൽ ജനിച്ച നാണു എന്ന ബാലനാണ് പിന്നീട് ലോകം വണങ്ങുന്ന ശ്രീനാരായണ ഗുരുവായി മാറിയത്. ചെറുപ്പം മുതലേ നാണുവിനു പ്രകൃതിയോടും ജീവജാലങ്ങളോടും വലിയ താൽപ്പര്യമായിരുന്നു. മറ്റു കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ നാണു ഏകാന്തനായി ഇരിക്കാനും ചിന്തിക്കാനും ഇഷ്ടപ്പെട്ടു. എല്ലാവരിലും ദൈവമുണ്ടെന്ന് ആ കുഞ്ഞു മനസ്സു വിശ്വസിച്ചു. അറിവിനോടുള്ള അടങ്ങാത്ത ദാഹം അദ്ദേഹത്തെ സംസ്കൃതവും വേദങ്ങളും പഠിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാൽ ഒരു സാധാരണ പണ്ഡിതനായി ഇരിക്കാനല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. ജീവിതത്തിന്റെ അർത്ഥം തേടി അദ്ദേഹം കാടുകളിലും മലകളിലും തപസ്സു ചെയ്തു. മരുത്വാമലയിലെ ആ പഴയ ഗുഹയിൽ അദ്ദേഹം നടത്തിയ ധ്യാനം അദ്ദേഹത്തിനു വലിയൊരു ഉൾക്കാഴ്ച നൽകി. ഗുരുവിന്റെ ഏറ്റവും വലിയ വിപ്ലവം അരങ്ങേറുന്നത് അരുവിപ്പുറത്താണ്. 1888 അദ്ദേഹം നദിയിൽ നിന്ന് ഒരു ശിലയെടുത്തു പ്രതിഷ്ഠിച്ചു. അന്നുയർന്നുവന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മറുപടി ചരിത്രമാണ്. നമ്മുടെ ശിവനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ചത് എന്ന ആ വാക്കുകൾ അക്കാലത്തെ എല്ലാ വ്യവസ്ഥിതികളെയും ചോദ്യം ചെയ്യുന്നതായിരുന്നു. അവിടെ അദ്ദേഹം എഴുതിവച്ചു, ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇതു വെറുമൊരു വരിയായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന പുതിയ കേരളത്തിന്റെ അടിത്തറയായിരുന്നു. ഗുരു എപ്പോഴും പറഞ്ഞിരുന്നത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്നാണ്. കേവലം പ്രാർത്ഥനകൾ കൊണ്ടു മാത്രം കാര്യമില്ലെന്നും വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ ഒരു ജനതയ്ക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. മദ്യപാനം വിഷമാണെന്നും അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നും അദ്ദേഹം സമൂഹത്തെ ഓർമ്മിപ്പിച്ചു. ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. വെളുത്ത മുണ്ടും മേൽമുണ്ടും ധരിച്ച് ആ ശാന്തമായ മുഖത്തോടെ അദ്ദേഹം ഓരോ ഗ്രാമങ്ങളിലും നടന്നുചെന്ന് മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തുല്യതയും സ്വാതന്ത്ര്യവും ഗുരു വെട്ടിത്തെളിച്ച ആ പാതയിലൂടെ വന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും ലോകത്തിനു മുഴുവൻ മാതൃകയാണ്. ജാതിയുടെയോ മതത്തിന്റെയോ വേലിക്കെട്ടുകളില്ലാത്ത ഒരു ലോകം സ്വപ്നം കണ്ട ആ മഹാത്മാവിന്റെ ജീവിതം നമുക്കെന്നും ഒരു വലിയ പാഠപുസ്തകമാണ്. അപ്പോൾ കൂട്ടുകാരെ, ഗുരുവിന്റെ ഈ വലിയ സന്ദേശം നമുക്ക് ജീവിതത്തിൽ പകർത്താം. ഈ വിവരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സുഹൃത്തുക്കൾക്കും പങ്കുവയ്ക്കുക. നന്ദി.